ഓക്സിലോ ഫെസ്റ്റിന്റെ മീറ്റിംഗാണ് നമ്മളിപ്പോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഓക്സിലറി എന്നുള്ളതിന്റെ പ്രധാനം എന്ന് പറയാതെ കുടുംബശ്രീ എന്ന് പറയുന്നത് നമുക്ക് ഒരു വീട്ടിൽ ഒരാൾക്ക് മാത്രമേ കുടുംബശ്രീയിൽ അംഗമാകാൻ പറ്റുള്ളൂ. എന്നാൽ അതിന് മാറി, അതായത് ഇപ്പൊ കുടുംബശ്രീയിലുള്ള ആൾക്കാരുടെ മക്കൾക്ക് അവർക്കൊന്നും ഈ കുടുംബശ്രീന്റെ ഉപയോഗം അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ള അംഗങ്ങൾ മീൻസ് ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്നുണ്ടാവും, 2-3 ഫാമിലീസ് ഒക്കെ. പക്ഷെ ഇതിൽ ഒരാൾക്ക് മാത്രം കുടുംബശ്രീന്റെ അംഗമാകാൻ പറ്റും, ബാക്കിയുള്ളവർക്ക് കുടുംബശ്രീന്റെ ഒരു ഗുണവും ലഭിക്കുന്നില്ല. അപ്പൊ അതിൽ നിന്നൊരു മാറ്റം എന്നുള്ള ലെവലിലാണ് ഓക്സിലറിയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. അതും 18 to 45 ഏജിന്റെ. നമ്മൾ കുടുംബശ്രീയിൽ ഒരിക്കലും ഏജ് ലിമിറ്റ് ഇല്ല. അതിനു വേണ്ടി ഓക്സിലറി നമ്മൾ ഏജ് ലിമിറ്റ് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഈ ഓക്സിലറിന്ന്, അതായത് ഓക്സിലറി കുടുംബശ്രീയിൽ അംഗമാവാൻ കഴിയാത്ത ആൾക്കാർക്ക് പോലും കുടുംബശ്രീ എന്നുള്ളതിൽ നിന്ന് എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം നേടിക്കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തോടാണ് നമ്മൾ ഓക്സിലറി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു വീട്ടിൽ നിന്ന് എത്ര ആൾക്ക് വേണമെങ്കിലും ഓക്സിലറിയിൽ അംഗമാകാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഓരോ ഗവൺമെന്റിന്റെ ഓരോ ജോബ് നോട്ടീസ് ഒക്കെ വരുമ്പോൾ അതിൽ മെൻഷൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും കുടുംബശ്രീ അംഗം അല്ലെങ്കിൽ ഓക്സിലറി അംഗം ആയിരിക്കണം. പക്ഷെ ഈ ഓക്സിലറി എന്ന് പറയുമ്പോൾ ഒരു പൊതുധാരണ അല്ലെങ്കിൽ ഒരു ഇന്ന് പോലും ഈ എത്രയോ ഓക്സിലറി രൂപീകരിച്ച് 3 വർഷം കഴിഞ്ഞിട്ട് പോലും ഓക്സിലറി എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഇന്നും ഉണ്ട്. അതിൽ നിന്നൊരു മാറ്റം വരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് സംസ്ഥാനത്ത് നമ്മളെ കേരളത്തിലുടനീളം എല്ലാ വാർഡുകളിലും 11 ഒക്ടോബർ 11 ഓക്സിലോ ഫെസ്റ്റ് ആയിട്ട് നടത്തുന്നത്. എല്ലാ വാർഡുകളിലും ഇതുപോലെ ഓക്സിലോ ഫെസ്റ്റ് നടത്തണം എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളുടെ വാർഡിലും ഇന്ന് ഓക്സിലോ ഫെസ്റ്റ് നടക്കുന്നത്. ഓക്സിലറി നമ്മളുടെ ഓൾറെഡി വർക്കിംഗ് ആയത് ഓക്സിലറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓക്സിലറി എന്താണെന്നും അതിലിപ്പോ ചെറിയ ഇൻവെസ്റ്റ്മെന്റും അതുപോലെ തന്നെ നമ്മൾ അതിൽ നിന്ന് വായ്പ വരെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈ സക്സസ് ആവാത്ത അല്ലെങ്കിൽ ഓക്സിലറി എന്താണെന്ന് അറിയാത്ത ഒരുപാട് വാർഡുകളും ഒരുപാട് അംഗങ്ങളും ഇന്നുമുണ്ട്. അവരിൽ നിന്ന് മാറ്റം വരാൻ വേണ്ടിയിട്ടും ഓക്സിലറിനെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ഓക്സിലോ ഫെസ്റ്റിന്റെ ഒരു മെയിൻ ഉദ്ദേശം. നിങ്ങൾ കുറച്ച് ദിവസങ്ങളിൽ മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ ഉണ്ടായിരുന്നു അതിലെല്ലാവരും. അങ്ങനെ ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിച്ച് നമ്മൾ 2 വർഷത്തിന് ശേഷം വീണ്ടും അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. വീണ്ടും നമ്മൾ ഓക്സിലോ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നമുക്ക് ജില്ലാ മിഷന്റെ നിർദ്ദേശപ്രകാരം ഇനി നമ്മൾ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരിക്കും. ഓക്സിലോ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഓക്സിലറി ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളതും അതേപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിലെല്ലാവരും ഇനി മുതൽ ആക്റ്റീവായിട്ട് നിലനിൽക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. കാരണം നമ്മൾ രൂപീകരിച്ച് വീണ്ടും നമ്മളിത് ഇട്ടിട്ട് പോവുകയാണ്. അങ്ങനെ ആവാതെ നമ്മൾ അലനല്ലൂർ CDSന്റെ ഭാഗമായി നമ്മൾ ഇന്ന് രൂപീകരിക്കുന്ന ഓക്സിലറി ഗ്രൂപ്പ് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം. പിന്നെ അത് കൂടാതെ നമ്മൾ അന്ന് രൂപീകരിച്ച ആളുകളെയും കൂടെ നമ്മളിപ്പോൾ വാർഡ് തലത്തിൽ നിങ്ങൾക്ക് അറിയാലോ അല്ലേ, പുതിയ ആളുകൾ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു, ഇന്നിപ്പോൾ വരാത്തവരുണ്ടാവും. അപ്പോൾ അവരെയും കൂടെ ഈ ഓക്സിലറി ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനും ഇതിൽ ഗ്രൂപ്പിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് പോയിട്ട് നമ്മുടെ വാർഡുകളിലുള്ള നമ്മൾ അറിയുന്ന ആളുകളോടും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഇതിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമാവുക. പിന്നെ നമ്മൾക്ക് വാർഡ് തലത്തിൽ ഇതിന്റെ മീറ്റിങ്ങുകൾ കൂടാൻ പറ്റും. നമ്മൾ മാസത്തിൽ 2 തവണയാണ് ഇതിന്റെ മീറ്റിംഗ് കൂടാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒഴിവുള്ള സമയത്ത് ഒരു അരമണിക്കൂറെങ്കിലും ഓക്സിലറി ഗ്രൂപ്പ് ഒന്ന് ആക്റ്റീവാക്കി എടുക്കാനുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. നമുക്ക് അയൽക്കൂട്ടം കൂടുന്ന പോലെയല്ല, നമ്മൾ യുവതികളാണ്. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടാവും. നമുക്ക് ട്യൂഷൻ സെൻ്ററുകൾ, അതേപോലെ തന്നെ PSC കോച്ചിങ്ങുകൾ, അങ്ങനെ ട്യൂഷൻ സെൻ്ററുകളൊക്കെ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടികളെ വെച്ചിട്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. വിദ്യാഭ്യാസമുള്ള കുട്ടികളാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാണ്ട്. അപ്പോൾ അതിന് ട്രെയിനിങ് കിട്ടിയ RP നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ അവർ കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞു തരും. എന്തായാലും നമുക്ക് ഇന്ന് അലനല്ലൂർ കുടുംബശ്രീ CDSന്റെ ഭാഗമായിട്ട് ഓക്സിലറി ക്യാമ്പയിൻ്റെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബക്കറാക്കെ ആദ്യമായിട്ട് ഈ ഒരു യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് നമ്മുടെ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രജിക ചേച്ചിയാണ്. ചേച്ചിയെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഇതിൻ്റെ RP റുക്സാനയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ CDS മെമ്പർമാർ ഓക്സിലറി ക്യാമ്പയിൻ്റെ ഭാഗമായി ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിക്കാനായി ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും കുടുംബശ്രീ CDSന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ നല്ല ചടങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബക്കറാക്ക, അതുപോലെ തന്നെ നമ്മുടെ കോർഡിനേറ്റർ ഫസി, ആർപി റുക്സാന, നമ്മുടെ CDS മെമ്പർമാരുണ്ട്. എല്ലാവരെയും ഇന്നത്തെ യോഗത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. ഇതിൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് ഫസി പറഞ്ഞു. പക്ഷെ നമ്മളെ ഗ്രൂപ്പിൽ ഇങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ, എല്ലാവരും പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് 3-4 ദിവസം മുന്നേ തുടങ്ങിയതാണ് നമ്മൾ പറയാറുള്ളത്. നമ്മളെ CDS മെമ്പർമാർ അത്രയും ഇതായിട്ട് പറയുന്നുണ്ട്, എല്ലാ വാർഡും കൂടി പറയുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, കുറേ ആൾക്കാർ ഇതിന്ന് പോയിട്ട് കുടുംബശ്രീയിൽ ചേരാൻ അങ്ങനെ കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഓക്സിലറി ഒഴിവാക്കിയിട്ട് കുടുംബശ്രീയിലേക്ക് പോവുകയാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഓക്സിലറിയിൽ നിന്ന് ഒഴിവാക്കി കുടുംബശ്രീയിലേക്ക് പോയാലും ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മൾ പെട്ടെന്ന് അതിൽ പോയാൽ ലോണും കാര്യങ്ങളും എടുക്കാം, കുടുംബശ്രീയിൽ ചേർന്നാൽ ലോണും കാര്യങ്ങളും എടുക്കുക എന്നുള്ളത്. പക്ഷെ അത് വെറുതെയാണ്. നിങ്ങളിപ്പോൾ ഇതാണ്ട് ഒഴിവായി നിങ്ങൾ കുടുംബശ്രീയിൽ ചേർന്നാലും ഇതിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് അവിടെ. നമ്മൾ ചെന്ന് കുടുംബശ്രീയിൽ തന്നെ 6 മാസം കഴിയാതെ ഒരു പ്രവർത്തനം ഫസ്റ്റ് ചെന്ന ആൾക്കാർക്ക് കിട്ടില്ല. പഴയ ആൾക്കാർ ലോൺ എടുത്താൽ പോലും പുതിയ ആൾക്കാർക്ക് അതിൽ ലോൺ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ മെസ്സേജ് ഇട്ടു, ഞങ്ങൾ ഇന്ന് പോയിട്ട് അതിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിലാണ് ഒന്നും കൂടി കുടുംബശ്രീയിലാണ് നല്ല രീതിയിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുടുംബശ്രീയിലേക്ക് മാറുകയാണെന്ന് പറയുന്നുണ്ട്. ഈ കുടുംബശ്രീ 25 വർഷം ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ കുടുംബശ്രീ ഇങ്ങനെ തന്നെയായിരുന്നു. ഈ ഓക്സിലറി എങ്ങനെയാണ് അങ്ങനെ ഇപ്പോൾ വീടുകൾ കൂടെ പോയിട്ട് നമ്മുടെ ഓക്സിലറിൻ്റെ ആൾക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അതുപോലെ കോളേജുകൾ കൂടെ പോയിട്ട് അവിടുത്തെ മാഷന്മാരുടെ ഹെഡ്മാഷാണെങ്കിലും പ്രിൻസിപ്പളാണെങ്കിലും HOD ആണെങ്കിലും അവരോടൊക്കെ സംസാരിച്ചിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവരാനാണ് പറയുന്നത്. പണ്ട് കുടുംബശ്രീ ഇങ്ങനെ തന്നെയായിരുന്നു. കുടുംബശ്രീയിൽ നമ്മൾ ഓരോ വീടുകൾ കൂടി അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഇപ്പം കുടുംബശ്രീ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. നമ്മളിത് കൂടിക്കഴിഞ്ഞ ഒരു വർഷമാകുമ്പോഴേക്കും നമുക്ക് എല്ലാതും കൂടി പിടിച്ച് അടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അത് ഓരോ വർഷം കൂടുന്നവരും അല്ലെ അതിന്റെ പുരോഗമനം ഉണ്ടാവുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് എല്ലാതും പാടെ ഒരുമിച്ച് ഒരു വർഷത്തിനുള്ളിൽ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. പക്ഷെ എത്ര പറഞ്ഞാലും എന്താണെന്നറിയില്ല, ഓക്സിലറിക്ക് ഒരു ബാക്കിക്ക് ഒരു വലിവാണ്. ഇപ്പൊ ഇവിടെ നമുക്കൊരു അക്കൗണ്ടന്റിന്റെ ഒരു വേക്കൻസി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമുക്ക് വന്നിട്ടുള്ളത് കുടുംബശ്രീ ഓക്സിലറി ഈ രണ്ടത്തെ ആൾക്കാരെ എടുക്കാൻ പറഞ്ഞത്. ഒരുപാട് ഓക്സിലറി കുട്ടികൾ ഇവിടെ അപേക്ഷ തന്നു. ഇന്ന് ഞാനിപ്പോൾ ആ മുഖങ്ങളൊന്നും ഇവിടെ കണ്ടിട്ടില്ല. നമ്മൾ എന്തായാലും ഒരു അപേക്ഷ വരുമ്പോൾ മാത്രം ഞാൻ ഓക്സിലറി അംഗമാണെന്ന് പറഞ്ഞിട്ട് വരിക അതിലേക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ എടുക്കാൻ കഴിയില്ല. ആക്റ്റീവായിട്ടുള്ള കുടുംബശ്രീ ആണെങ്കിലോ അല്ലെങ്കിൽ ആക്റ്റീവായിട്ടുള്ള ഓക്സിലറി ആണെങ്കിലും നമുക്ക് അതിന് അപേക്ഷകൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ആ കുട്ടികൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓക്സിലറി ആക്റ്റീവ് ആണ്. ചില ആൾക്കാർക്ക് അവരൊരു ഓക്സിലറിന്റെ പേര് പോലും അറിയില്ല, ഞാൻ ഏത് ഓക്സിലറിയിലാണെന്ന് പോലും അറിയില്ല. അവരിപ്പോൾ അപേക്ഷ ഫോം ഇരുന്ന് എഴുതുമ്പോൾ വിളിച്ചു ചോദിക്കാനും മറ്റുള്ള ആൾക്കാർ നമ്മളെ ഓക്സിലറിന്റെ പേരെന്താണ് എന്നുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാവുക പറഞ്ഞാൽ വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊന്നും മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞത് 18-40 ഉള്ളിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുറച്ചും കൂടി ഊർജ്ജസ്വലരായ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ പറയുന്നത്. കുടുംബശ്രീക്ക് പ്രായമല്ല, അത് 18 മുതൽ എത്ര വരെ വേണമെങ്കിലും ആവാം. പക്ഷെ ഓക്സിലറിക്ക് അങ്ങനെയല്ല. ഓക്സിലറി കുട്ടികളെ കൊണ്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് കണ്ടിട്ടാവില്ല ഈ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ഓക്സിലറിന് ഒരു ഇത് കൊടുത്തിട്ടുണ്ടാവുക. നിങ്ങളെ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുക. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മൊത്തം വാർഡിന്റെ ഓരോ ആൾക്കാരുടെയും വരാൻ പറഞ്ഞത് ആ വാർഡത്തെ ഒരു കുട്ടിയെങ്കിലും ആ ഗ്രൂപ്പിൽ ഇതിനെ ചർച്ച ഇട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാരെ ഇതിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളൊരു വാർഡിൽ നിന്ന് ഒരു കുട്ടീനെ വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുള്ളത്. ആ ആൾക്കാർ പോലും നമ്മുടെ എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് പറയാൻ CDSമാരോടേ പറ്റുള്ളൂ. കാരണം CDSമാരോട് കുട്ടികളെ പങ്കെടുപ്പിക്കാൻ പറഞ്ഞാൽ അവർ നിസ്സഹായരാണ്. അവർ ഗ്രൂപ്പ് കൂടെ പറഞ്ഞാൽ ആൾക്കാർ വരുന്നില്ല എന്നുള്ള ഒരു കംപ്ലൈൻ്റാണ് കാര്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ഒത്തൊരുമിച്ചാൽ ചിലപ്പോൾ നമ്മൾ 23 വാർഡിലും നമ്മൾ ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരു വാർഡിൽ നിന്ന് 9ാം വാർഡിൽ നിന്ന് 2 ഓക്സിലറിയൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ അവിടെ ഇട്ടിട്ട് 23 വാർഡിലും ഓക്സിലറി ഇല്ല. ആകെ ആക്റ്റീവായിട്ട് നടക്കുന്നത് 1-2 വാർഡൊക്കെ ഉള്ളൂ ആക്റ്റീവായിട്ട് ഓക്സിലറി നടക്കണം. ബാക്കിയുള്ളതൊന്നും നടക്കണില്ല. അപ്പൊ നിങ്ങൾ ഈ അപേക്ഷകളൊക്കെ വരുമ്പോൾ അതിൽ ഇത് കാണുമ്പോൾ അപേക്ഷ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിലറി ചിലപ്പോൾ ഇനി കുടുംബശ്രീയിൽ അംഗത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇനി അപേക്ഷ കൊടുക്കാൻ പറ്റില്ല. കാലക്രമേണ ചിലപ്പോൾ അത് ബാക്കിലേക്ക് വരും. കുടുംബശ്രീനെ ബാക്കിലേക്ക് ഇട്ടിട്ട് ഓക്സിലറി മുന്നോട്ട് വരികയാവും. കാരണം 18-40 ഉള്ളിൽ ആക്റ്റീവായ കുട്ടികളെയും ചിലപ്പോൾ ഇനി എടുക്കാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓക്സിലറി കഴിയുന്നത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരോടും പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിലൊന്ന് സഹകരിച്ചിട്ട് എല്ലാ ആഴ്ചയിലും കൂടിയില്ലെങ്കിലും മാസത്തിൽ ഒരു കുറിയെങ്കിലും ഓക്സിലറി ഒന്ന് കൂടുക. പിന്നെ അതിൽ ലോണിന്റെ കാര്യം ചോദിക്കുന്നുണ്ട് അല്ലേ? അതിൽ സമ്പാദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം. അങ്ങനെയുള്ളൊരു ഇത് വന്നിട്ടുണ്ട് ഇപ്പോൾ. കാരണം നിങ്ങൾ അതിൽ സമ്പാദ്യം അടയ്ക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും വായ്പകളായിട്ട് അതിന് എടുക്കാം. ലോണിൻ്റെ ഇത് വരൽ തുടങ്ങിയിട്ടുണ്ട്. ഓക്സിലറിക്കാർക്ക് ലോൺ ഇനി മുതൽ ബാങ്കിൽ നിന്ന് കൊടുക്കാനുള്ള അനുമതി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുടുംബശ്രീയുടെ അതേപോലെ തന്നെ ഓക്സിലറി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അതും കൂടി ഒന്ന് ഗ്രൂപ്പ് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും.
എന്നിട്ട് താല്പര്യമില്ല എല്ലാ ആൾക്കാരും വാർഡിൽ നിന്ന് ഇപ്പോൾ 2-3 വന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഒഴിവാക്കിക്കൊണ്ട് താല്പര്യമുള്ള ആൾക്കാരെ ഒരു 10 ആളായാലും മതി. നമുക്ക് 10-20 ഉള്ളിൽ നമുക്ക് ആൾക്കാരായാലും ഒരു ഗ്രൂപ്പ് ആക്കാം. കുടുംബശ്രീ പോലെ തന്നെ 10-20 ഉള്ളിലായ ഒരു ഗ്രൂപ്പ് ആക്കാം. അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് പറയാം. എന്തായാലും ഇന്ന് ഇതിലേക്ക് വന്നിട്ടുള്ള ആൾക്കാരെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാക്കാകെ സാദരം ക്ഷണിച്ചു. കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ ലതിക, അതുപോലെ തന്നെ ഈ ചടങ്ങിന് സ്വാഗതം വന്നു ഫസിയ, അതുപോലെ തന്നെ നമ്മുടെ RP റുക്സാന, അതുപോലെ തന്നെ ഇവിടെ വിവിധ വാർഡുകളിൽ നിന്നെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ഓക്സിജൻ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളെ, പ്രിയപ്പെട്ടവർ. നമുക്കറിയാം നമ്മുടെ മേഖലയിൽ ടച്ചുണ്ട് കുടുംബശ്രീ CDS കുടുംബശ്രീ ഓക്സിജനറി ഗ്രൂപ്പ് എന്നാണ് ലക്ഷ്യം. നവകേരളത്തിലെ യുവശക്തിയാണ്. നമ്മളെ സംസ്ഥാന സർക്കാരും ഗ്രാമപഞ്ചായത്തും നമ്മുടെ ICDSൻ്റെ കുടുംബശ്രീയൊക്കെ സംയുക്തമായി നടത്തപ്പെടുന്ന ഒരു പദ്ധതിയാണ്. നമ്മുടെ യുവത്വം എന്താണ് എന്നതാണ്. അതായത് നമ്മളറിയാം, നിങ്ങളൊക്കെ അതിൽ 40 വയസ്സിന് തോന്നുന്ന ആളുകളാണ്. നമ്മൾ കേരളം വിട്ട് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് കേരളത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരളം വിട്ട് നമ്മൾ തമിഴ്നാട്, കർണാടക, അതുപോലെ തന്നെ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ അവശരായി കിടക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒന്നും ചെയ്യാനോ ഒന്നും ചെയ്തു കൊടുക്കാനോ കഴിയാത്ത പല സംവിധാനങ്ങളാണ്. അവിടെയാണ് നമ്മുടെ കേരളത്തിൻ്റെ സർക്കാരുകളും പഞ്ചായത്തുകളൊക്കെ കൂടിക്കൊണ്ട് നമുക്കറിയാം നമ്മളെ യുവ ആക്കളെ, അതായത് ഇപ്പോൾ സ്ത്രീകളിൽ നിന്നും ഓക്സിലറി ഗ്രൂപ്പ് അതിൻ്റെ ഒരു ഏജ് വെച്ച് 40 വയസ്സ് വരെ അതിൽ ഒരുപാട് സംരംഭങ്ങൾ ചെയ്യാം. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു ഗൾഫ് നമ്മൾ കുത്തനായി പോകുന്നില്ല. ഇപ്പോൾ നമ്മളൊക്കെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഗൾഫ് തന്നെയാണ്. നമുക്കറിയാം, അതോടൊപ്പം തന്നെ പരിധിവരെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഒരു ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളെ വിദ്യാഭ്യാസപരവുമായും സാമൂഹികപരമായും ഒക്കെ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി നമുക്കറിയാം സർക്കാരുകളും പഞ്ചായത്തുകളും കുടുംബശ്രീയൊക്കെ നടത്തുന്നത് പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടത്. നമുക്കറിയാം, ഇപ്പോൾ ഓക്സിലറി ഗ്രൂപ്പിൽ ഇപ്പോൾ ഇവിടെ ചെയർപേഴ്സൺ പറയുണ്ടായി, കുടുംബശ്രീയിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് അതേ സിസ്റ്റത്തിൽ തന്നെ ഇതിനെ പ്രവർത്തിക്കാൻ കഴിയും. ഒരു സമ്പാദ്യങ്ങൾ നമ്മൾ ഇപ്പോൾ കുടുംബശ്രീമാർക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന് ചെറിയ സമ്പാദ്യം ഉണ്ടാക്കിയാൽ നമുക്ക് എഡ്യൂക്കേഷനിൽ അവിടെ കഴിവുള്ള കുട്ടികളുണ്ടാവും. ട്യൂഷൻ സെൻ്ററുകൾ നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തു നിന്നൊക്കെ നമ്മൾ ഒരുപാട് കുട്ടികൾ മറ്റ് പ്രദേശത്തേക്ക് ട്യൂഷൻ സെൻ്ററിൽ പോകുന്നതാണ്. നമ്മുടെ പ്രദേശത്ത് തന്നെ അത്ര എഡ്യൂക്കേഷനിലെ കുട്ടികളെ വെച്ചുകൊണ്ട് ഈ ഓക്സിലറി ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് നമുക്ക് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. അതിന് ഇവിടുന്ന് പഞ്ചായത്ത് തന്നെ അതിനാവശ്യമായ ലോണുകളും കാര്യങ്ങളൊക്കെ കുടുംബശ്രീ കൊടുക്കുമ്പോൾ കൊണ്ട് കിട്ടും. അപ്പോൾ നമുക്കറിയാം, വരാൻ പോകുന്നൊരു തലമുറയ്ക്ക് ആവശ്യമായത് വിദ്യാഭ്യാസമാണ്. അവിടെ വിദ്യാഭ്യാസപരമായ ഒരു സമൂഹത്തെ സംസ്കരിക്കുമ്പോൾ മാത്രമാണ് ആ നാടിൽ സംസ്കാരം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഗ്രാമങ്ങളിൽ ആളുകളൊക്കെ ഇപ്പോഴും തെരുവുകളിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയപ്പെട്ട പാലങ്ങളുടെയും റെയിൽവേ സ്റ്റേഷൻ്റെയൊക്കെ അതിരുകളിൽ ഇപ്പോഴും കുടിൽ വെച്ച് തന്നെ കെട്ടി അവിടെ താമസിക്കുന്ന ആളാണ്. അവരെ കുട്ടികളൊക്കെ വിദ്യാഭ്യാസം നേടാൻ കഴിയുന്നില്ല. എന്താണ്, അവിടെ ഈ പഞ്ചായത്ത് നിയമങ്ങളോ സംസ്കാരങ്ങളോ അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് രാജ് നിയമങ്ങളൊന്നും യഥാവിധി നടപ്പിലാക്കാൻ അവിടുത്തെ മേധാവികൾക്കോ അല്ലെങ്കിൽ മേധാവിത്വമുള്ള ജനപ്രതിനിധികൾക്കോ താല്പര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് കേരളത്തിൽ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വരെയുള്ള എല്ലാ ജനപ്രതിനിധികളും എന്താണ്, സമൂഹത്തിലെ ഏറ്റവും വലിയ അനിവാര്യം എന്ന് പറയുന്ന വിദ്യാഭ്യാസത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. നമുക്കറിയാം, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയാൽ കേരളം മോഡൽ എവിടെ സംസാരിക്കുമ്പോഴോ നമുക്കറിയാം, ഇപ്പോൾ തമിഴ്നാടിൻ്റെയും കർണാടകയിലെയും മുഖ്യമന്ത്രി അല്ല മന്ത്രിമാരിപ്പോൾ നമുക്ക് അയ്യപ്പ സംഗമം നടത്തിയിട്ടുണ്ടായി ഇവിടെ. അപ്പോൾ അവിടെ വന്ന് അവരും പറയുന്നത് കേരളം മോഡൽ. എങ്ങനെ കേരളം മോഡലിലേക്കായിരുന്നു? നമുക്കറിയാം, 1956 കേരളം രൂപീകരിച്ചത്. നമ്മളെ പുതിയ ഒരു സംസ്ഥാന സർക്കാർ EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി കേരളം രൂപീകരിച്ചുകൊണ്ട് പ്രഥമ മുഖ്യമന്ത്രി എന്ന് പറയുന്ന EMS നമ്പൂതിരിപ്പാടായിരുന്നു. അങ്ങനെ വിവിധ മുഖ്യമന്ത്രിമാരെ നമുക്കറിയാം, കരുണാകരൻ, ഉമ്മൻചാണ്ടി, അതുപോലെ തന്നെ വാസുദേവൻ നായർ, ഇപ്പോൾ നമ്മുടെ പിണറായി വിജയൻ, അങ്ങനെയുള്ള വിവിധ സംസ്ഥാന സർക്കാരുകൾ വിവിധ മുന്നണികളൊക്കെ ഭരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തത് എന്തിനാണ്? വിദ്യാഭ്യാസമാണ്. നമുക്കറിയാം, നമ്മുടെ മലബാറിലൊക്കെ പണ്ട് നമ്മൾ ഇജ്ജെ ഓനെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കയറി പുറത്തേരി വീട്ടിലേക്ക് തുപ്പിയൊരു കാലം ഉണ്ടായിരുന്നു. അതായത് നമ്മളെ പ്രദേശങ്ങളിലൊന്നും ഒരു ശുചിത്വം അല്ലെങ്കിൽ ഒരു വൃത്തിയൊന്നുമില്ല. അവിടെ നമ്മളെ മാറ്റിയെടുത്തത് എങ്ങനെയാണ്? വിദ്യാഭ്യാസമാണ്. 2 വിദ്യാഭ്യാസങ്ങളും ഒരു സമൂഹത്തിന് കൊടുക്കുകയാണ്. അദ്ദേഹം ഭൗതികമായ വിദ്യാഭ്യാസങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ കാട്ടുള്ള സ്കൂൾ അവിടെ ഉണ്ട്, നമ്മളറിയാം. നമ്മൾ ഹൈസ്കൂളുണ്ട്. ഹൈസ്കൂളാണ് വന്നിട്ട് 1971 ഞാനൊക്കെ ആ ജനിക്കുന്നതിൻ്റെ മുന്നേ ഇവിടെ സ്കൂളുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ വട്ടത്തൂര് കാര്യവട്ടത്തൊക്കെ പോയി നമ്മൾ കാരണന്മാരോട് സംസാരിക്കാറ്. ഞാൻ അങ്ങനെ സ്കൂൾ 10ാം ക്ലാസ് പഠിച്ചാണ്.
എത്ര 50-60 വയസ്സുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നേടാൻ വേണ്ടി അരനല്ലൂർ ഹൈസ്കൂൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇടത്തനാട്ട് ഹൈസ്കൂൾ വന്നു. നമ്മൾ ഒരു വാർഡ് വെച്ചാൽ ഒരു വാർഡിൽ ഒരു LP സ്കൂളുകളിലും ഇല്ലാത്ത വാർഡുകൾ നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ 2 വാർഡിൻ്റെ അടിയിലുണ്ട്. അവിടെയാണ് നമ്മൾ എന്താണ് 56-ന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ നേടിയെടുത്തത് വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിന് സംഭവം വന്നപ്പോഴാണ് ആരോഗ്യരംഗത്ത് നമ്മൾ മെച്ചപ്പെട്ടത്. കാരണം അറിവ് നേടുമ്പോഴാണ് ഇവൻ്റെ ആരോഗ്യരംഗം എന്താണെന്നില്ലേ. അപ്പോൾ നമുക്കറിയാം അങ്ങനെ നമ്മൾ ഒരു സംവിധാനങ്ങളെ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നത് നമുക്ക് മാത്രമല്ല നമ്മൾ അയൽക്കാരാണ്. അപ്പോൾ നമുക്കറിയാം ഒരു പ്രതിസന്ധി ഒരാൾക്ക് വന്നാൽ അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു രോഗം വന്നു, അവിടെ ഒരു പ്രതിസന്ധി ഇല്ല, അവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു, ചാരിറ്റി ഉണ്ടാവണം, അദ്ദേഹത്തെ ഏറ്റെടുക്കുന്ന ഒരു സംഭവം. അത് എവിടെയുള്ളൂ? കേരളത്തിലുള്ളൂ. നിങ്ങൾ തമിഴ്നാട് കണ്ട ഒരാൾ രോഗം കാണുന്ന രോഗം കൊണ്ടാണ് ഭരിച്ചല്ല ഒരു രക്ഷയില്ല. കാരണം അവിടുന്ന് ഒന്നും ഇയാൾക്ക് നിൽക്കില്ല. പക്ഷെ കേരളം എന്ന് നാട്ടിലെ മോഡലാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഒരു സംവിധാനം ഇപ്പോൾ കുടുംബശ്രീ, ഇപ്പോൾ ഞാൻ അതിൻ്റെ ചെയർമാൻ എന്നുള്ളവർക്ക് ഞങ്ങളിപ്പോൾ ചെയർപേഴ്സണായിട്ട് രതിക ഒരു 3 കൊല്ലം മുന്നേ നമ്മൾ ഇതിൽ വന്നു. ഇതിൽ എത്രയോ ആളുകൾക്ക് നമ്മൾ ലോൺ കൊടുക്കണം. ആ ലോൺ കൊടുക്കുന്ന യഥാവിധി അവർ ഈ പറയപ്പെട്ട സംരംഭമല്ല ചെയ്യുന്നത്. അവരൊക്കെ അവരുടെ മക്കളെ വിദ്യാഭ്യാസത്തിനും വീടിനും ആരോഗ്യത്തിനും വേണ്ടി ഒരു ഉപയോഗിക്കണം. ഇത് യഥാവിധി ആ കാര്യം തെറ്റാണെങ്കിലും ഇവിടെ അത് കണ്ടിമ്പോൾ എന്താണ് ഈ കാര്യം പ്രയോജനപ്പെടുന്നുണ്ട്, ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കേണ്ടത്. ഞാൻ ഇന്നലെ 22-ാം വാർഡിൽ പറയണ്ടേ, അരനല്ലൂർ പഞ്ചായത്തിന് സംരംഭത്തിന് കുടുംബശ്രീ കൊടുത്ത സംരംഭം തുടങ്ങിയാൽ തമിഴ്നാട്ടുകാരും കർണാടകക്കാരും നമ്മൾ അങ്ങോട്ട് പ്രൊഡക്റ്റ് കയറ്റിപ്പോരും. പക്ഷെ നമ്മളറിയാം തമിഴ്നാട്ടിന് കർണാടകക്കാരൻ്റെ ചെക്ക് പോസ്റ്റ് അതേ പറ്റുന്ന ഒരാഴ്ച പോസ്റ്റ് ചെയ്താലോ നമ്മൾ തട്ടോട്ട് ഓടി. കാരണം നമ്മളേക്ക് ഉൽപ്പാദനമൊന്നുമില്ല. സംരംഭങ്ങളൊക്കെ നമ്മൾ തുടങ്ങാൻ വേണ്ടി സംവിധാനങ്ങളൊക്കെ നമ്മൾ ഫണ്ടായിട്ട് ഉപയോഗിക്കേണ്ടതിലും സത്യത്തിൽ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അങ്ങനെയാണെങ്കിലും നമുക്ക് കയ്യിലുണ്ടായത് ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് എൻ്റെ വാർഡിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ലോൺ എടുക്കുമ്പോൾ എന്താണ് കുട്ടിക്ക് അവിടെ അല്ലെങ്കിൽ എറണാകുളത്ത് ഫീസ് കട്ടണം, അല്ലെങ്കിൽ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഞങ്ങളൊക്കെ എന്താണ് കുട്ടികൾക്ക് ഇപ്പോൾ കുട്ടി MBBS പഠിക്കാൻ വേണ്ടി നീറ്റ് എഴുതാൻ വേണ്ടി എവിടേക്കെങ്കിലും പോകും. നമ്മുടെ കത്ത് കൊടുക്കും, ഈ കുട്ടി പാവപ്പെട്ടവരാണ്, ഇവിടെ ഫീസ് വരുന്നത്. അപ്പോൾ നമ്മളെ വിളിക്കും, ഇങ്ങനെ നിങ്ങളെ വാർഡിൽ നിന്ന് ഇന്നർക്ക് കത്ത് കൊടുക്കും, എങ്ങനെ കുട്ടി അവസ്ഥ പാവമാണ്, അവർക്ക് എന്താണ് ഫീസ് അളവ് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മളറിയാം നല്ലൊരു പഞ്ചായത്തിൽ ഒരു വാർഡ് വെച്ച ഒരു ഡോക്ടറായിപ്പോൾ ഒരു വാർഡിലെടുത്ത മിനിമം 2-3 ഡോക്ടർമാരായി നമ്മളെ വാർഡുകൾ കൂടിയൊക്കെ. നമ്മളൊരു അധ്യാപകരെ കണ്ടു, പോലീസ് ഉണ്ടായി. എല്ലാ രംഗങ്ങളിലും നമ്മൾ കേരളക്കാർ ഉയർന്നു വരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ് വിദ്യാഭ്യാസം തന്നെയാണ്. ആ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികളൊക്കെ വളരുകയും വിദ്യാഭ്യാസത്തിൽ ഓവറായപ്പോൾ എന്താണ് നമ്മൾ കുട്ടികൾ വഴിതെറ്റുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓക്സിലറി ഗ്രൂപ്പൊക്കെ രൂപീകരിക്കുമ്പോൾ ഇതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. നമ്മളതിൻ്റെ ഗൗരവം കൊടുത്തുകൊണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ ജനപ്രതിനിധിയാണ്, എനിക്ക് അഭിമാനത്തോടെ ഇറങ്ങിപ്പോൾ ആരനല്ലൂർ പഞ്ചായത്തിന് 958 ആൾക്ക് ഞാൻ വീട് കൊടുത്തു. ഇതാർക്ക് കജൂല? MLAക്ക് കജൂല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് കജൂല, നമ്മളെ MPക്ക് കജൂല, മന്ത്രിക്ക് കജൂല, പ്രധാനമന്ത്രിക്ക് കജൂല. അത് ലോക്കൽ സർക്കാരിൻ്റെ നിയമ നടപടിയാണ്. അവിടെ നമ്മളെന്താണ് നമ്മളൊരു അധികാരം കിട്ടുമ്പോൾ നമ്മളൊരു ഓക്സിലറി ഗ്രൂപ്പ് അംഗമായാൽ അല്ലെങ്കിൽ കുടുംബശ്രീൻ്റെ CDS ആയാൽ ഒരു പഞ്ചായത്തിൻ്റെ ചെയർപേഴ്സൺ ആയാൽ അതിൻ്റെ ഒരു കോർഡിനേറ്റർ ആയാൽ അല്ലെങ്കിൽ ഒരു RP ആയാൽ ഒരു ജനപ്രതിനിധി ആയാൽ നമ്മുടെ ഉത്തരവാദിത്വം സമൂഹത്തോടൊപ്പം പ്രവർത്തിക്കുക എന്നതാണ്. അതിന് നമ്മളെന്ത് നേടിയതല്ല, നമ്മളപ്പം നമ്മളെ പ്രദേശത്തിന് എന്ത് നേടിക്കൊടുത്തു എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അങ്ങനെ ഞങ്ങളൊക്കെ ഭരണസമിതി അടുത്ത പ്രഖ്യാപിച്ച ഞങ്ങൾ പോയി. രതി എന്തായാലും ഇനി ഒരു കൊല്ലോടി ഏതാണ്ട് അവിടെ 3-4 മാസം കഴിഞ്ഞ് ഉണ്ടാവും. എന്തായാലും കുടുംബശ്രീ എന്തായാലും ജനുവരി കഴിഞ്ഞിട്ടുള്ളൂ പുതിയ കുടുംബശ്രീയൊക്കെ രൂപീകരണം ഉണ്ടാകുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡിസംബർ 21-ാം തീയതി പുതിയ മെമ്പർമാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമം. അത് ഉടനെ പ്രഖ്യാപിക്കും. എങ്കിലും നമ്മളൊക്കെ പൊതുരംഗത്ത് നമ്മളെ വാർഡിലും പ്രദേശങ്ങളും പഞ്ചായത്തിലൊക്കെ 28-30 വർഷമായി പൊതുരംഗത്ത്. 55 വയസ്സായാലും 30 വർഷം നമ്മൾ പൊതുരംഗത്ത് തന്നെയാണ്. എന്തായാലും നമ്മൾ ഈ മെമ്പർ അല്ലെങ്കിലും നമ്മളൊക്കെ പ്രദേശങ്ങളിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങൾ പങ്കാളികളാവും. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് അതിൻ്റെ ചെയർമാൻ നില ചെയർപേഴ്സൺ നിലയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഒരു രേഖപ്പെടുത്തണം. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചില രേഖകൾ കൊടുക്കണം. നമ്മളെ മുൻഗാമികളെ ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ EMSനെ പറഞ്ഞു, അതേമാതിരിക്ക് കരുണാകരനെ പറഞ്ഞു, ഉമ്മൻചാണ്ടിനെ പറഞ്ഞു, വാസുദേവൻ നായരെ പറഞ്ഞു, പിണറായിനെ പറഞ്ഞു. അവർ അടയാളപ്പെടുത്തുകയാണ്. എന്നെ പറയുക ആളുകൾ നാളെ ഞാൻ മെമ്പർ അല്ലെങ്കിൽ പറയുക ആ മെമ്പർ വന്നപ്പോൾ ഇത് കിട്ടി, ആ മെമ്പർ വന്നപ്പോൾ ഇത് ചെയ്തു തന്നു. അങ്ങനെ ഒരു അടയാളപ്പെടുത്തലാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാം. നമുക്ക് മുൻകാലത്ത് പറയാം നമ്മളെ വാപ്പന്മാരൊക്കെ അധ്വാനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ നമ്മളെ നോക്കി വളർത്തിയോണ്ട് നമ്മൾ ഇങ്ങനെ എത്തി എങ്ങനെ എന്ന മാതിരി നമ്മൾ ഇന്ന് ആഡംബര ജീവിതത്തിലാണ് കേരളക്കാരെന്ന് നമുക്കൊക്കെ അറിയാം. നമുക്ക് ദാരിദ്ര്യമല്ല, കാരണം നമുക്കൊരു പ്രയാസം വന്നാൽ നമ്മുടെ നാട്ടിൽ ചുറ്റുപാടിനുള്ളിൽ നമ്മളൊപ്പം ഉണ്ട്. അവിടെ നമ്മളെ സംരക്ഷിക്കാൻ ഒരു സമൂഹം നമ്മളോടൊപ്പം ഉണ്ട്. ആ സമൂഹം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ നമുക്കും ആ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ എല്ലാവരും ഓക്സിലറി ഗ്രൂപ്പിനെ സജീവമാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക് ആവശ്യമായ യുവാക്കൾക്ക് ഇപ്പം അവിടെ ഇരിക്കുന്ന യുവസഖ്യമാണ്.
നിങ്ങൾ യുവശക്തിയായിട്ട് മാറുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സർക്കാരുകളും ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയൊക്കെ പറയുന്ന കാര്യങ്ങൾ യഥാവിധി നമ്മൾ ചെയ്യും. അതിൽ നമുക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും, നമ്മളെ സമയങ്ങളൊക്കെ പോകും. അതൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ നാളെ അവർ പറയും ഈ ഓക്സിലറി ഗ്രൂപ്പിൽ അംഗമായതുകൊണ്ട് ഞാൻ ഇന്ന ആളായി എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഗുണം നമുക്ക് അപ്പോഴാണ്. അതൊരു അടയാളപ്പെടുത്തലാണ്. നമുക്കറിയാം നമ്മൾ കോടി ഒരു ആൾക്ക് 50,000 റുപ്യ കൊടുത്താലും അതൊരു മാസം 2 മാസം കഴിഞ്ഞ് അയാൾക്ക് 1 ലക്ഷം കിട്ടുകയാണെങ്കിൽ അത് അയാൾ മറന്നു പോകും. പക്ഷെ ആ സമയത്ത് നമ്മൾ ഒരാളെ എഡ്യൂക്കേഷനായി പഠിച്ച അയാൾ ഒരു സംവിധാനത്തിലെത്തിയ പറയാം ഞാൻ ഇന്ന ഗ്രൂപ്പ് കൊണ്ടാണ് ഞാൻ നേടിയെടുത്തത്, അല്ലെ ഇന്ന കാര്യം കൊണ്ടാണ്, അല്ലെ ഇന്ന CDS കാരനാണ്, അല്ലെ ഇന്ന ഓക്സിലറി ഗ്രൂപ്പിൻ്റെ സെക്രട്ടറി പ്രസിഡന്റ് കാരനാണ് ഞാൻ ഇന്നതായി എന്ന് അവരുടെ ജീവിതം മുഴുവൻ നമ്മളെ അയവർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഓർക്കുന്ന സംവിധാനത്തിലേക്ക് നമ്മുടെ ഓക്സിലറി ഗ്രൂപ്പിനെ മാറ്റിയെടുക്കാൻ നിങ്ങളൊക്കെ നിങ്ങളുടെ വാർഡുകളിൽ ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റൊരാൾ അത് ആകർഷിച്ചുകൊണ്ട് തന്നെ അതിലേക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും വന്ന് നിങ്ങളെ അറിയിച്ചുകൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടത്തിലും ഈ സംവിധാനത്തെ മെച്ചപ്പെടുത്തി പോകാനുള്ള എല്ലാ നടപടികളും നിങ്ങളുടെ ഭാഗത്തുണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.